പടം കുറച്ച് ബോറാണ്. ഫസ്റ്റ് ഹാഫ് ആവറേജ് ആണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് മമ്മൂട്ടിയുടെ ഒരു കാലമാണെന്ന് തന്നെ പറയാം. ഇമോഷൻ എന്ന് പറയുന്നത് കൂടുതലും ഫിയർ ആണ്. ആ കഥ മൊത്തം ഫിയർ ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ പല തരത്തിൽ ആ ഫിയർ എന്നുള്ള ഇമോഷൻ കാണിച്ചിട്ടുണ്ട്. സൂപ്പർ ഫിലിം, ഒന്നും പറയണം. ഭയങ്കര എപ്പിക് ഫിലിമാണ്. പേടിക്കുകയൊക്കെ ചെയ്ത് ചെറുതായിട്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് അടിപൊളിയായിട്ട് പേടിക്കാമെന്നും പറഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. കിടില മമ്മൂട്ടി പൊളി. കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മമ്മൂക്കയുടെ നല്ല ആക്ഷൻ ആയിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ടു. പേടിക്കുകയൊക്കെ ചെയ്ത് ചെറുതായിട്ട്. പടം കുറച്ച് ബോറാണ്, സ്ലോ. കൊള്ളാം, തിയേറ്റർ വാച്ച് മൂവിയാണ്. കൊള്ളാം, നല്ല മൂവി. നല്ല മൂവിയാണ്, കുഴപ്പമില്ല. മമ്മൂട്ടി അടിപൊളിയാണ്, ഫുള്ള് അടിപൊളിയാണ്. സൂപ്പർ പടം, കാണാൻ തിയേറ്ററിൽ പോയി കാണേണ്ട പടം. ഇടത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കളർഫുള്ള് ആ ഒരു ഡിഫറൻസ് എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ അതിൻ്റെത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടി പറ്റി പ്രത്യേകം പറയേണ്ട. അല്ലാതെ ആകെ ഈ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് സിനിമ എടുത്തിരിക്കുന്നത് വളരെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് തോന്നി. വളരെ അടിപൊളിയായിട്ടാണ്. സൂപ്പർ ഫിലിം, ഒന്നും പറയണം. ഭയങ്കര എപ്പിക് ഫിലിമാണ്. എടുത്തു പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ഇപ്പോഴത്തെ ഒരു കാലത്തേക്ക് കൊണ്ടുവന്ന ഒരു ടൈപ്പ് ഫിലിമാണ്. നല്ല സിനിമ. പെർഫോമൻസ് തന്നെയാണ് എല്ലാവരെയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ആയാലും അർജുനേഷനായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൂവി നല്ലതായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് ആൻഡ് ബേസിക്കലി പുള്ളിയുടെ ഹോൾ മേക്കപ്പ് ആൻഡ് ഹോൾ സെറ്റിംഗ് നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. കുഴപ്പമില്ല, ടെക്നിക്കലി നല്ലതാണ്. പെർഫോമൻസ് വൈസും കൊള്ളാം. കഥ കുഴപ്പമില്ല, ഒരു കഥയല്ല അതിനകത്ത് മികച്ചു നിൽക്കുന്നത്. ടെക്നിക്കാലിറ്റിയും അഭിനയവുമാണ്, അത് രണ്ടും നന്നായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ആക്ടിങ് കൊള്ളാം. അതിനേക്കാളും അർജുൻ അശോകൻ്റെ ആക്ടിങ് കുറേ കൂടെ. അതിനകത്ത് അങ്ങനെ പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് കൂടുതലും ഫിയർ ആണ്. ആ കഥ മൊത്തം ഫിയർ ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ പല തരത്തിൽ ആ ഫിയർ എന്നുള്ള ഇമോഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. മമ്മൂട്ടിയുടെ ഒരു കാലമാണെന്ന് തന്നെ പറയാം. ഹീസ് ഗോയിങ് ഹയർ ആൻഡ് ഹയർ ഇൻ ടേംസ് ഓഫ് ആക്ടിങ് ആൻഡ് മൊത്തത്തിൽ അതിൻ്റെ DOP ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം കൊണ്ടും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ളൊരു വാച്ചാണ്. ഇഷ്ടപ്പെട്ടു. He has always been an actor first, a hero second. I think that is what reflects in the movie too. ബ്രഹ്മയുഗം കൊള്ളാം, നല്ല സിനിമയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ആവറേജ് ആണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് പൊളി. ഫ്രണ്ട്സുമായിട്ട് ചെന്നിരുന്ന് കാണാൻ ഭയങ്കര ഹൊററാണെന്നും തോന്നത്തില്ല. എങ്കിലും കൊള്ളാം, നല്ല സിനിമ. മുത്തശ്ശി കഥയല്ല എങ്കിലും നമ്മുടെ മമ്മൂക്കയുടെ ആക്ടിങ് വേറെ ലെവൽ. മമ്മൂക്കയുടെ ആക്ടിങ് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. അപ്പം മമ്മൂക്കയുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കിടിലം സിനിമ. നല്ല ആക്ടിങ് എടുത്തു പറയാൻ മമ്മൂക്കയുടെ ആക്ടിങ് മാത്രമേ ഉള്ളൂ. മമ്മൂക്കയുടെ ആക്ടിങ് നമ്മുടെ ആരായിരുന്നു, അർജുൻ അശോകൻ, പൊളി ആക്ടിങ്, കിടു ആക്ടിങ്. ഇവരുടെയൊക്കെ ആക്ടിങ് ആണ് എടുത്തു പറയാനുള്ളത്, അല്ലാതെ വേറൊന്നും പറയുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. പിന്നെ ലാഗായിട്ടുള്ളൊരു മൂവി ആയിരുന്നല്ലോ, അപ്പം അത് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ പോയത്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അപ്പം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നിരുന്ന് കാണുക. പിന്നെ ഫ്രണ്ട്സുമായിട്ട് അടിപൊളിയായിട്ട് പേടിക്കാമെന്നും പറഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കാണാം എന്ന് പറഞ്ഞ് വന്ന് അടിപൊളിയാണ്. എക്സ്പെക്റ്റ് ചെയ്ത് വരണ്ട. പിന്നെ സെക്കൻഡ് ഹാഫ് സ്ലോ മൂവിയാണ്. സ്ലോ മൂവിയിൽ സെക്കൻഡ് തൊട്ടായിരിക്കും അടിപൊളി. അത് ആ ഒരു ബോധത്തോടെ വന്നാൽ അടിപൊളിയാണ്. സൗണ്ട്സ് കിട്ടില്ല വരും. പോസിറ്റീവായിട്ട് കഥയുടെ ആ ഒരു ഇതെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എപ്പോഴും കേൾക്കുന്ന ഒരു കഥയാണ്. അത് വേറൊരു രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി പിന്നെ മമ്മൂട്ടിനെ കൊണ്ടുവന്ന് ആക്കി, അത്രേ ഉള്ളൂ. എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നൊരു വൺ ടൈം വാച്ച് മൂവി. മേക്കിങ്ങും കുറച്ച് ഒരു പുതുമയും ഒരു പഴമയും കൂടെ ചേർന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ആക്ടിംഗ് ആണ് മെയിൻ ആക്ടിങ്.